ഹലോ ഗൈസ്, ഞാനിന്ന് സ്റ്റഡ്സിൻ്റെ ഒരു പുതിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹെൽമെറ്റ് വാങ്ങി. അതിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വെച്ചുകൊണ്ടെന്നാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ക്വിക്ക് അൺബോക്സിങ് നോക്കാം. അപ്പോൾ നമ്മൾ പെട്ടി തുറക്കുകയാണ്. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്യുന്നത് ഓറഞ്ച് കളറാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ഹെൽമെറ്റ്. ഇതിപ്പോൾ സ്റ്റഡ്സിൻ്റെ ഡ്രിഫ്റ്റർ എന്ന പേരുള്ളൊരു ഹെൽമെറ്റാണ്. ഇതിൻ്റെ MRP എന്ന് പറയുന്നത് 2550 റുപ്പീസാണ് MRP. നമ്മളിത് ഓഫ്ലൈനായിട്ട് വാങ്ങിയതാണ്. അപ്പോൾ നമ്മൾ കടയിൽ പോയിട്ട് ബാർഗെയിൻ ചെയ്തൊരു 2500 റുപ്പീസിന് ഇത് വാങ്ങി. ഇത് ലൈറ്റ് വെയിറ്റ് ആണ്. ഇത് 1450 ഗ്രാംസ് ഹെൽമെറ്റ് വെയിൽ വന്നുള്ളൂ. ഒരു ഡ്യുവൽ വൈസർ ഹെൽമെറ്റാണ്. ഇതിപ്പോൾ ഇവിടുത്തെ ലാച്ച് വഴി നമുക്ക് സൺവൈസർ ഇടാൻ പറ്റുന്ന ഒരു ഹെൽമെറ്റാണ്. ഞാൻ സെലക്ട് ചെയ്തത് ഈ ഓറഞ്ച് ആൻഡ് ബ്ലാക്ക് കളറാണ്. ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് നമുക്ക് ട്രാഫിക്കിൽ മറ്റു വാഹനക്കാർക്ക് നമ്മളെ പെട്ടെന്ന് നോട്ടീസ് ചെയ്യാൻ വേണ്ടി സഹായിക്കും ഇങ്ങനെയുള്ള ബ്രൈറ്റ് കളറുകൾ എടുക്കുന്നത്. ഞാൻ ഉപയോഗിച്ചിരുന്നത് വെഗയുടെ തന്നെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഹെൽമെറ്റാണ്. ഞാൻ 2018 ഫ്ലഡിന് ശേഷം വാങ്ങിയ ഹെൽമെറ്റാണ്. ഇപ്പോൾ അറൗണ്ട് 5 years കഴിഞ്ഞു. അപ്പോൾ ഇതാകെ സ്ക്രാച്ചസും ഇതൊക്കെ വന്ന് ഇതായി. പിന്നെ ഇത് വെക്കുമ്പോൾ ചെറിയൊരു ഇയർ പെയിനും കാര്യങ്ങളൊക്കെ നമുക്ക് അനുഭവപ്പെട്ടു തുടങ്ങിയപ്പോഴാണ് നമ്മളിത് മാറണത്. ഇപ്പോൾ സൈസ് കുറവാണെന്ന് തോന്നുന്നതുകൊണ്ടാണ് മാറുന്നത്. നമ്മൾ ഹെൽമെറ്റ് സെലക്ട് ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ആദ്യം നമ്മൾ നമ്മുടെ സൈസ് സെലക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ പോയിട്ട് ഒരു ലാർജ് അല്ലെങ്കിൽ മീഡിയം ഹെൽമെറ്റ് തരുമോ ചേട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആവില്ല. അപ്പോൾ നമ്മൾ ഹെൽമെറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ആദ്യം ഷോപ്പിൽ പോയിട്ട് ഇത് വെച്ച് നോക്കണം. ഇത് വെച്ച് നോക്കിയതിന് ശേഷം ഒരു അരമണിക്കൂറോളം ഇത് വെച്ച് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ബെറ്റർ. അതിന് നമുക്ക് എവിടെയെങ്കിലും പെയിൻ അനുഭവപ്പെടുന്നതൊന്നും നമ്മൾ നോക്കണം. അപ്പോൾ ചിലർക്ക് ഈ സ്ട്രാപ്പ് വന്നിട്ട് ചെവിയിൽ തട്ടി ചെവിയുടെ പെയിൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഹെൽമെറ്റ് വെച്ചതിന് ശേഷം ജസ്റ്റ് ഷേക്ക് ചെയ്ത് കൊടുക്കുക. അത് ലൂസാണോ ഓവർ ടൈറ്റാണോ, മുടി വലിഞ്ഞു നിന്നിട്ട് തലവേദന വരുന്നുണ്ടോ എന്നൊക്കെ ഒരു അരമണിക്കൂർ വെച്ചിട്ട് നോക്കുക. പിന്നെ നമ്മൾ ഈ ചിൻ സ്ട്രാപ്പ് ഒരുപാട് ലൂസാക്കി ഇടുക, ഒരുപാട് ടൈറ്റാക്കി ഇടുക, അങ്ങനെയുള്ള കുറച്ച് പരിപാടികളുണ്ട്. ഇപ്പോൾ നമ്മൾ ചിൻ സ്ട്രാപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ടൈറ്റ് ചെയ്യേണ്ടത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 2 വിരൽ ഇവിടെ വെച്ചിട്ട് നോക്കണം. ഇതാണ് കറക്റ്റ് പാകം. ഇത് ഓവർ ടൈറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് നെക്ക് പെയിൻ വരും. ലൂസായി കഴിഞ്ഞാൽ നമ്മൾ ആക്സിഡൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ ഇത് ഹെൽമെറ്റ് ഊരിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കറക്റ്റ് അളവെന്ന് പറയുന്നത് 2 വിരൽ വെച്ചിട്ട് ഈ വിരലിൽ കയറാവുന്ന ലൂസാണ് നമുക്ക് ആവശ്യമുള്ളൂ. പിന്നെ ഹെൽമെറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഇതേപോലെ ക്വിക്ക് ഡിറ്റാച്ച് ഉള്ള ഹെൽമെറ്റുകൾ സെലക്ട് ചെയ്യാൻ നോക്കുക. ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് തലയിൽ നിന്ന് ഊരിയെടുക്കാൻ വേണ്ടിയാണ് ഈ ക്വിക്ക് ഡിറ്റാച്ചുകൾ വെച്ചിരിക്കുന്നത്. പിന്നെ ഈ ഹെൽമെറ്റിൻ്റെ ഉള്ളിലെ സാധനങ്ങളെല്ലാം നമുക്ക് അഴിച്ചെടുത്ത് ക്ലീൻ ചെയ്ത് രണ്ടാമത് ഫിറ്റ് ചെയ്യാവുന്ന ഹെൽമെറ്റാണ്. അപ്പോൾ നമ്മുടെ ഒരു 2 വീലർ റൈഡിങ്ങിൽ ഏറ്റവും സേഫ്റ്റിക്ക് ഏറ്റവും പ്രാധാന്യമുള്ളത് ഹെൽമെറ്റാണ്. അപ്പോൾ നമ്മൾ ബൈക്കൊക്കെ റൈഡ് ചെയ്യുമ്പോൾ മസ്റ്റായിട്ടും ഹെൽമെറ്റ് യൂസ് ചെയ്യുക. അത് പ്രോപ്പർ സൈസിലുള്ളതും പ്രോപ്പർ ഹൈജീനുമായിട്ടും ഹെൽമെറ്റ് യൂസ് ചെയ്യുക. ഹൈജീൻ്റെ കുറവുകൊണ്ട് നമുക്ക് തലയിൽ ഒരുപാട് സ്കിൻ ഡിസീസസും ഹെയർ ഫോളും വരാനുള്ള ചാൻസുകളുണ്ട്. അപ്പോൾ എല്ലാവരും റൈഡ് ചെയ്യുന്നതിന് മുമ്പ് ഹെൽമെറ്റ് ഉപയോഗിക്കുക. റൈഡിങ്ങിൽ ത്രൂ ഔട്ട് ഹെൽമെറ്റ് ഉപയോഗിക്കുക.